വെള്ള കുപ്പായാണ് ഇത് പണിയായി പോയിരിക്കാൻ പോകും. മഞ്ഞപ്പൊടിയൊക്കെ പോവില്ല, മഞ്ഞപ്പൊടി. ഈ വീഡിയോ കണ്ടോ നിങ്ങൾ? നല്ല നിഷ്കളങ്കയായ ഒരു വല്യുപ്പ അല്ലേ? നമുക്കിത് ഈ വീഡിയോസ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കുളിര് കയറാൻ. കാരണം നിസ്കാരത്തിൻ്റെ കാര്യത്തിലെ ശ്രദ്ധ ഉണ്ടല്ലോ, ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ ആലോചിക്കാറുണ്ട്. പഴയ കാല ആളുകൾ അവർ മൊലേരൊന്നാവില്ല, ഖുർആനൊന്നും ചിലപ്പോൾ ഓതാൻ അറിയണ്ടാവില്ല, പക്ഷെ അവരെ തലക്കകത്തും തൊപ്പിണ്ടാകും, അല്ലെങ്കിൽ ഒരു തലപ്പാവ് ഉണ്ടാകും. അത് തോർത്തുമുണ്ടെങ്കിലും ജസ്റ്റ് അവരൊന്ന് ചുറ്റി വെച്ചിട്ടുണ്ടാവും തല. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തുകൊണ്ടെന്നറിയോ? അത് പഴയ ആ ഒരു ദീനി ചൈതന്യമാണ്. ഇത് ചിലപ്പോൾ ഇത് ഒരു മൊലേരാണ് എന്തെന്ന് നമുക്കറിയില്ല കേട്ടോ. പക്ഷെ എങ്ങനെ ഇരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ വാക്കൊന്ന് നോക്കൂ നിങ്ങൾ. നമസ്കാരം അല്ലേ? ഈ പണിക്കിടയിൽ ഞാൻ ഈ കോട്ടിട്ടത് എന്തെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, പണിക്കിടയിൽ ഞാനിത് സമയമാകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പോകും. അപ്പം ഇനി മഞ്ഞപ്പൊടി ഉണ്ടാകും, മുളക് പൊടി ഉണ്ടാകും, എല്ലാം ഉണ്ടാകും, കച്ചവടക്കാരനാണല്ലോ അല്ലേ? അപ്പം അതൊക്കെ ശരീരത്തിൽ ഡ്രസ്സിലായി കഴിഞ്ഞാൽ അത് പിന്നെ പോകൂലല്ലോ എന്നാണ് ആ വല്യപ്പ ചോദിക്കുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമുക്ക് പിന്നെ ഒരു ഐഡൻറ്റിറ്റി, മുസ്ലിമി എന്നതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിസ്കാരമാണ്. അത് നിസ്കാരമാണ്, വേറൊന്നുമല്ല. 5 വക്കത്ത് നമസ്കാരം നമുക്ക് അതുകൊണ്ടാണ് അല്ലാഹു തആല നിർബന്ധമാക്കിയത്. മനുഷ്യൻ മരിച്ചിട്ട് പടച്ചോൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്ന കാര്യം എന്താ അറിയോ? 5 വക്കത്ത് നിസ്കാരത്തെ കുറിച്ചിട്ടാണ്. നമുക്കതിലേക്ക് നമ്മൾ പറയാം ഖലാ വീട്ടുക എന്ന് പറയാമല്ലോ അല്ലേ? ഖലാ വീട്ടിയാലും പടച്ചോൻ്റെ ഒരു ചോദ്യം ചോദിക്കുക, എന്താ അറിയോ? എന്തുകൊണ്ടാണ് അത് ഖലാ ആയത് എന്നൊരു ചോദ്യം ഉണ്ട് അവിടെ. അതിനുള്ള ഉത്തരം നമ്മൾ കൊടുക്കണം. നമ്മൾ അനാസ്ഥ കൊണ്ടാകാം. ഇപ്പോൾ നോക്കും, നമ്മുടെ വീട്ടിൽ സൽക്കാരണെങ്കിൽ അന്ന് നമുക്ക് ളുഹറുണ്ടോ? ചിലപ്പോൾ സുബഹിസ്കരിക്കും, അത് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. പിന്നെ ളുഹറില്ല, അസറില്ല, പിന്നെ മഗ്‌രിബോ ക്ഷീണം അവിടെ കിടക്കും, പിന്നെ ഇശാവോ. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ അല്ലേ? അപ്പം നിസ്കാരം നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം എൻ്റെ പ്രിയമുള്ളവരെ. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ട് നടക്കേണ്ട ഇബാദത്ത് തന്നെയാണ് നിസ്കാരം. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു അനാസ്ഥ വന്ന് നിസ്കാരത്തിന് ഭംഗം വന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ പരാജയമായിട്ട് നമുക്ക് കാണും. റബ്ബും നമ്മളും തമ്മിലൊരു അമേയമായ ബന്ധമാണ് നിസ്കാരം. വലിയൊരു മുനാജാത്താണ്, നേരിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. നമ്മുടെ വിഷമങ്ങളെല്ലാത്തിനുള്ളൊരു പരിഹാരമാണ് നിസ്കാരം. എന്നോട് എത്രയേ സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ നിസ്കരിക്കും അല്ലെങ്കിൽ ഖുർആൻ ഓതും, ഇതാണ് ചെയ്യാറ് എന്ന് എത്രയോ ആളുകൾ അനുഭവം പറയാറുണ്ട്. അത് ആത്മാർത്ഥമായിട്ട് എനിക്കതിലൊരു സമാധാനമുണ്ട് എന്ന് വിചാരിച്ചു കൊണ്ട് ചെയ്താൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ട. ഈ ഒരൊറ്റ കാര്യം നമുക്ക് മതി. നമ്മുടെ ഇബാദത്ത്, നമ്മുടെ നിസ്കാരവും നമ്മുടെ മറ്റു ഇബാദത്തുകളും മതി എല്ലാ വിഷമത്തിൻ്റെയും പരിഹാരമായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിൻ്റെ ഒരു തൂണായിട്ടാണ് 5 വക്ത് നിസ്കാരത്തെ നമ്മൾക്ക് അല്ലാഹു തആല സമ്മാനിച്ചിട്ടുള്ളത്. ആരെങ്കിലും അതിനെ പൊളിച്ചാൽ അല്ലെ, അതിനാരെങ്കിലും പെടുത്തിയാൽ, അതുപോലെ തന്നെ അതിനാരെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അവൻ ദീനിനെ പൊളിച്ചു കളഞ്ഞവനാണ്, ഈമാനിനെ പൊളിച്ചു കളഞ്ഞവനാണ് എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വലിയൊരു സന്ദേശം നമുക്ക് നിസ്കാരത്തെക്കുറിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ ഉപ്പാപ്പ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? സമയമായ ഞാൻ നിസ്കരിക്കാൻ പോകും മക്കളെ, അതുകൊണ്ടാണ് ഞാനിത് ഈ കോട്ടിട്ടുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭൂതി തോന്നുകയാണ്, ഒരു സന്തോഷം തോന്നുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ നിസ്കാരം നിലനിർത്തുക. പഴയ കാലത്തെ ആളുകളൊക്കെ പള്ളിയിലേക്ക് വരും അല്ലേ? പുതിയ തലമുറകൾ നോക്കൂ, കുട്ടികളൊക്കെ നമുക്ക് ചെറുപ്പക്കാരൊക്കെ നമ്മൾ അപൂർവേ കാണുള്ളൂ പള്ളിയിൽ. എന്നാൽ അങ്ങനെയല്ല, ജോലി തിരക്കും മറ്റു വിഷയങ്ങളൊക്കെ ആവാം. പക്ഷേ ഇതില്ലെങ്കിലും നമ്മൾ ചില കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന, ചെറുപ്പക്കാരൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കാണും. പക്ഷേ പഴയ കാലത്ത് നമ്മുടെ ഉപ്പാപ്പന്മാരെ നമുക്കത് കാണില്ല. ഓല് പള്ളിക്കെന്ന് ബാങ്ക് വിളിച്ചാൽ പള്ളിക്കെത്തും, വെള്ളിയാഴ്ചയൊക്കെ നേരത്തെ പള്ളിയിലെത്തും. ഇതെന്തുകൊണ്ടാണ്? അവരുടെ കൽബിനകത്തുള്ള ഒരു ഈമാനാണ് അല്ലേ? അപ്പോൾ നമ്മുടെ കൽബിനകത്തും അതുണ്ടാവട്ടെ. നമ്മളൊക്കെ നല്ലവണ്ണം ജീവിതത്തിൽ നന്മയോടുകൂടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്കതിൻ്റെ തൗഫീക്ക് നൽകട്ടെ.